യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ വിധിച്ചു. കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. 1 മുതൽ 8 വരെ പ്രതികൾക്കും 10-15 പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. എറണാകുളം CBI കോടതിയാണ് ശിക്ഷ വിധിച്ചത്. മുൻ MLAയും CPIM നേതാവുമായ KV കുഞ്ഞിരാമന് 5 വർഷം തടവും വിധിച്ചു. ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്ന് കോടതിയിൽ പ്രതിഭാഗം വാദിച്ചു. കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും പ്രതിഭാഗം വ്യക്തമാക്കി. പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ല, മാനസാന്തരത്തിന് സാധ്യതയുണ്ട്. പല സാക്ഷിമൊഴികളിലും വൈരുദ്ധ്യമുണ്ടെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. കേസിൽ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, CPIM ഉദുമ മുൻ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ അടക്കം 14 പേർ കുറ്റക്കാരാണെന്ന് എറണാകുളത്തെ പ്രത്യേക CBI കോടതി കണ്ടെത്തിയിരുന്നു. ഒന്നാം പ്രതിയായ CPIM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം A പീതാംബരൻ ഉൾപ്പെടെ 8 പ്രതികൾക്കെതിരെ കൊലക്കുറ്റമാണ് തെളിഞ്ഞത്. T രഞ്ജിത്ത്, A സുരേന്ദ്രൻ എന്നിവർ തെളിവ് നശിപ്പിച്ചതായും പ്രതികളെ സംരക്ഷിച്ചതായും കണ്ടെത്തി. രണ്ടാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയെന്ന കുറ്റമാണ് മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേർക്കെതിരെ ചുമത്തിയത്. പരമാവധി 2 വർഷം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത്. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് വിധി പ്രഖ്യാപിച്ചത്. 24 പ്രതികളിൽ 10 പേരെ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. 2019 ഫെബ്രുവരി 17-നായിരുന്നു കേരളത്തെ നടുക്കിയ ഇരട്ടക്കൊലപാതകം പെരിയയിൽ നടന്നത്. രാത്രി 7:30-യോടെ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ശരത്ലാലിനെയും കൃപേഷിനെയും കല്യോട്ട് കൂരാങ്കര റോഡിൽ തടഞ്ഞു നിർത്തി പ്രതികൾ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. വെട്ടേറ്റ കൃപേഷ് സംഭവസ്ഥലത്തും ശരത്ലാൽ മംഗളൂരുവിലെ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേയും മരണപ്പെട്ടു. കൊല്ലപ്പെടുമ്പോൾ ശരത്തിന് 23-ഉം കൃപേഷിന് 19-ഉമായിരുന്നു പ്രായം. ന്യൂസ് ബ്യൂറോ, പെരിയ.